ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട്, എനിക്ക് തോന്നുന്നു മാസങ്ങളായി കാണും. ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടട്ടെ. ഷോർട്സ് വീഡിയോ ഇടയ്ക്കൊക്കെ ഇടാറും, വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്കെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഭയങ്കര വീഡിയോ ഇടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് 40K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും വീഡിയോ ഒന്നും ഇടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടും എന്നോടും കാണിക്കുന്ന ഒരു ചതിയായിരിക്കും. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങ് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ആ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ വീഡിയോ ഇടാത്തതിന് ക്ഷമിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്ന് ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചമ്മലും കുറ്റങ്ങളും ഒക്കെ കാണും. അപ്പം അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. ഇനി പോകെ നമുക്ക് ശരിയാക്കാം. ഇനി നമ്മൾ തുടർന്ന് അങ്ങോട്ട് കാണേണ്ടവരല്ലേ. ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു സമാധാനത്തിന്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ. ഒത്തിരി നാളായി കാണും. ഇപ്പം തുടങ്ങിയിട്ട് എന്തോ 2 വർഷം ആവാൻ പോകുന്നു. ജൂൺ ജൂലൈ ആകുമ്പോൾ എനിക്കൊന്ന് 2 വർഷം ആവുന്നു. ജാനിയെ പ്ലേ സ്കൂളിൽ വിടുന്നത് വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ അംഗനവാടി വിട്ടപ്പോഴും എനിക്ക് അത്ര ഇത് ഫീൽ ചെയ്യില്ല. പക്ഷെ അവളെ പ്ലേ സ്കൂളിൽ വിട്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ രാവിലെ ജോലിയെല്ലാം ഒതുങ്ങി എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പോഴാണ് എനിക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും കുക്കീസ് ട്രാവൽ ബൈ മേഘ എന്ന് പറയുന്ന ഒരു ചാനൽ വരുന്നത്. അതായത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ ഇടയ്ക്ക് വെച്ച് വലിയൊരു ബ്രേക്ക് വേണ്ടി വന്ന്, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വയ്യാഴിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്ന്, എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്തെങ്കിലും വയ്യാഴി വല്ലതും വരുമ്പോൾ ഞാനങ്ങ് ആകെ ഡൗൺ ആവും. വീട്ടിലാർക്കെങ്കിലും വയ്യാതെ വന്നാലും മതി, ഇപ്പോൾ കുഞ്ഞിന് വയ്യാതെ വന്നാലും അത്, എനിക്ക് വയ്യാതെ വന്നാലും, ആർക്കും വേണ്ടപ്പെട്ടവർക്ക് വയ്യാതെ വന്നാലും, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ പെട്ടെന്ന് ഡൗൺ ആവും. പിന്നെ നമുക്ക് എന്തോ വീഡിയോ ഒന്നും എടുക്കാനോ ആ ഒരു മൈൻഡ് വരത്തില്ല. ആകെ പാടെ തൂങ്ങി പിടിച്ച് ഉറക്കം തൂങ്ങി ഇങ്ങനെ അങ്ങ് പോകും. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെയോ എന്നെ അറിയാൻ സാധ്യതയൊന്നുമില്ല. ഇങ്ങനെ മുഖത്തോട് പോയിരുന്ന് ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ 40K സബ്സ്ക്രൈബേഴ്സ് ആയത്. അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ സ്വരം കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും. കേട്ടിട്ടുള്ളവർക്ക് കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ളവർ കാണണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ നിങ്ങളല്ലെങ്കിൽ എൻ്റെ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. മിക്കവാറും ഞാൻ ഓൺ വോയിസിലാണ് വീഡിയോ ഇടാറ്. അപ്പോൾ പനി വന്നു കഴിഞ്ഞിട്ട് സൗണ്ട് അങ്ങ് പോയി. പനി വന്നിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച ആവാൻ പോകുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സൗണ്ട് ഇങ്ങനെ ഇതായി പോയിക്കൊണ്ടിരിക്കും. അത്ര സ്വീറ്റായിട്ടുള്ള വോയിസ് ഒന്നും അല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം സംസാരിക്കാറ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് വെച്ച് ഷോർട്സ് എടുത്ത് വെച്ചാൽ അതിനൊന്നൊരു സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. ഇപ്പം ഇന്നാണ് ഞാൻ ഇത്രയൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ചുമ വന്ന് ഇത്രയൊന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം ഒന്ന് മരുന്നിന് പോയി, പിന്നെ അത് കഴിഞ്ഞ് വേറെ പോയി മെഡിസിനൊക്കെ മേടിച്ച്, പിന്നെ ഞാൻ സ്ഥിരം കാണിക്കാറുള്ള മരുന്നും കഴിച്ച് ഇപ്പോഴും ആൻറ്റിബയോട്ടിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 നേരം ആൻറ്റിബയോട്ടിക്കുണ്ട്. ഇപ്പോൾ സൗണ്ട് പതുക്കെ തിരിച്ച് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇന്നലെ കൂടി എനിക്ക് വിഷമമായിരുന്നു. ഇനി എൻ്റെ സൗണ്ട് അങ്ങ് പോകുമോ, സൗണ്ട് എനിക്ക് കിട്ടാതിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇരട്ടി മധുരവും തേനൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പാട്ട് പാടുന്നവരുമല്ലോ, അയ്യോ വല്ല പാട്ട് പാടുന്നവർക്കാണ് ഇങ്ങനെ പനിയൊക്കെ വന്ന് ഇവരുടെ സൗണ്ട് ഇങ്ങനെയാണ്, അയ്യോ അവർ നന്നായിട്ട് അവർക്ക് വിഷം പോകാൻ കേട്ടോ, അവർ ഡിപ്രഷൻ അടിച്ചു പോകും. കാരണം ആ മാതിരി സൗണ്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ, ഇതിപ്പോൾ ഞാൻ രാവിലെ വലുതായിട്ടൊന്നും സംസാരിക്കാതിരിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞാൽ സംസാരിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സംസാരത്തിലാണ് എൻ്റെ ആ ഒരു ഇത്. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴേ എൻ്റെ മൈൻഡ് ഫ്രീ ആയി എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ, അയ്യോ വളരെ ഒന്നാമതേ ശ്വാസം മുട്ടലുള്ള വ്യക്തിയെ, അതിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടി എനിക്ക് ചാവുന്ന പോലെ തോന്നും. അതിൻ്റെ കൂടെ മിണ്ടാൻ പറ്റാതിരുന്നാലും തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു വോയിസ് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ശരിയാവും. ഞാൻ സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാലും പിന്നെ കയറി ഇങ്ങനെ കാറ്റ് പോലെ. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്കറിയത്തില്ല. ഈ പനിയൊക്കെ വന്ന് ഇങ്ങനെ സൗണ്ട് പോയവർക്ക് മനസ്സിലായി കാണും. പക്ഷേ എനിക്ക് തോന്നുന്നു 1.5 സൗണ്ട് പോക്കാരൻ തന്നെ. ഇതിന് മുന്നേയൊക്കെ പനി വരുന്ന നമ്മുടെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുവാലും കുറച്ചൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഒക്കെ ഓക്കെ ആവുമായിരുന്നു. ഇതിപ്പം 2-3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിപ്പോയി. കാരണം എൻ്റെ സൗണ്ട് പോവാണോ, ഇപ്പം ഇത്രയെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാവും, തൊണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ട് നമുക്ക് സൗണ്ടേ അങ്ങ് പോകുന്ന പോലെ. അതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല പെയിനും അനുഭവപ്പെടും. ഉപ്പുവെള്ളമൊക്കെ ഇട്ട് തൊണ്ടയിലൊക്കെ കൊള്ളുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്, തേനൊക്കെ കുടിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു.
എല്ലാവരും പറയുന്നത് സമാധാനപ്പെട്, പതുക്കെ പതുക്കെ തന്നെ ശരിയാവും. അപ്പം ഞാൻ ഒരു ഷോർട്സ് ഒക്കെ എടുത്ത് അതിന് വീഡിയോ ഇടാൻ ഷോർട്സിനൊക്കെ സൗണ്ട് കൊടുക്കാൻ നോക്കുമ്പോൾ സൗണ്ട് കയറി അങ്ങ് ഇങ്ങനെ ഞാൻ ഒറ്റ ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് കയറി അങ്ങ് ഇതായിപ്പോൾ എനിക്കന്നേരം എന്തോ പോലെ, എനിക്കന്നേരം ഒരു അപകർഷതാബോധം ഇല്ലേ, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ എനിക്ക് എൻ്റെ വീഡിയോ ഇടുമ്പോൾ സൗണ്ട് കൊള്ളത്തില്ല, എങ്ങനെ ഞാൻ ഇടും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് മടി പിടിച്ചിരുന്നു. പിന്നെ ഈ സൗണ്ട് ഒന്ന് ശരിയാവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സൗണ്ട് പനി വന്നിങ്ങനെ സൗണ്ട് പോയിട്ട് കുറച്ച് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പനി വന്നിങ്ങനെ സൗണ്ടൊക്കെ പോയവർ എന്തെങ്കിലും ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇത് ഞാൻ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ പതുക്കനെ പക്ഷെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതങ്ങനെ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ, എൻ്റെ സൗണ്ടെങ്ങാണം പോയോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ദിവസമായി പോകുന്ന കുരുവല്ല എനിക്കെന്ന് പറയുന്ന കണക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിർത്തണോണ്ട് എൻ്റെ കണ്ണിലോട്ട് സൂക്ഷിച്ച് നോക്കി ഒരു മുറിവ് പറ്റി. കണ്ണാശുപത്രി പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പോകേണ്ടി വന്നില്ല. നല്ല വേദനയായിരുന്നു, എന്തോ പറ്റാറില്ല, എന്തോ വന്ന് അടിച്ചു കൊണ്ടതാണ്, നല്ല വേദനയായിരുന്നു. ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, വേറെ ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മടി വിചാരിച്ചോ ഉപേക്ഷ വിചാരിച്ചോ ഒന്നും കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടിയെങ്കിലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലോട്ട് സമാധാനമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ചുമ്മാ എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഇതുവരെ വീഡിയോ ഒന്നും ഇടാതിരുന്ന എന്താണെന്നൊക്കെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചവർക്കൊക്കെ വേണ്ടിയായിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇനി അങ്ങോട്ട് നമുക്ക് എന്നും വീഡിയോ കൂടെ ഒക്കെ കാണാം. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ 40Kയിൽ എത്തിച്ചിട്ട് എന്നെ ഇതുവരെ വിട്ടിട്ട് പോകാതിരുന്നവർക്കും തുടർന്ന് തന്നെ ഇപ്പോൾ ഷോർട്സിന് അങ്ങനെ വീഡിയോസിലൊക്കെ വ്യൂസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സും. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി തുടർന്നും നമ്മളെ വീഡിയോയും വീട്ടിലുള്ള കാര്യങ്ങളും വീഡിയോസിലും ഒക്കെ കൂടെ നിങ്ങൾ എന്നെ കണ്ട് സഹിക്കേണ്ടി വരും കേട്ടോ. അപ്പം വേറൊന്നുമില്ല. ടാറ്റ.